എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമുക്കൊരു ടേസ്റ്റ് ബീഫ് റോസ്റ്റ് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാള പകുതി ഇട്ട് കൊടുക്കാം, ചെറിയ സവാള മതി. നമുക്ക് ചെറിയ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഇടയാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ചതച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഇടയാം. പിന്നെ കുറച്ച് മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വേപ്പില, വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പ്, വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക. കുറച്ച് സമയം നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മൾ വയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ചിരുന്ന എൻ്റെ വീഡിയോ കാണുന്ന സമയം ചിലവിട്ടതിന് താങ്ക്സ് പറയുന്നു. ഞാൻ ഇതിനു മുന്നേ ഒരു 4 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കണം. അഭിപ്രായം കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ, മറക്കരുത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി നമുക്ക് ചതച്ച് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതൊരു മൂത്ത് വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് മൂക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചപ്പ് വിടുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ബേ ലീഫ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് നല്ലൊരു മണത്തിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ബീഫ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഇതൊന്ന് മൂത്ത് വരെ നമുക്കൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് ബീഫ് ആഡ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഡ്രൈ ആയി വരണം. ഇത് ഡ്രൈ ആയി കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമുക്ക് കോക്കനട്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. പിന്നെ എല്ലാവരും എൻ്റെ ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും കമൻ്റ് ഇടണം, മറക്കരുത്. നിങ്ങളുടെ ഒരു മിനിറ്റ്. ഇനി നമുക്ക് കോക്കനട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ പച്ചപ്പ് ഉണ്ടായിരുന്നു നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയറും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻറ്റ്സും എനിക്ക് വിലപ്പെട്ടതാണ്. കമൻറ്റ് ഇടാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ നന്ദി. ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോ തീർച്ചയായും കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കണം. കണ്ടിട്ട് അഭിപ്രായം പറയണം. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ ഈ ബീഫ് ഫ്രൈ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് ഇടാൻ മറക്കരുത്.
പിന്നെ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ബീഫ് ഫ്രൈ റെഡിയാവും. ഇനി കുറച്ച് മസാല, പിന്നെ കുറച്ച് കുരുമുളകും കൂടി കുരുമുളക് ഇട്ട് കൊടുത്തതിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം.